ഷാജഹാൻ, ഈ അപകടത്തെക്കുറിച്ച് നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചു. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം 11 പേരെ കുത്തി നിറച്ച് ഇതുപോലൊരു വലിയ മഴയൊക്കെയുള്ളൊരു സമയത്ത് ആലപ്പുഴയിലേക്ക് പോകുന്ന സമയം KSRTC ബസ് എതിരെ വരുന്നു. CCTV ദൃശ്യങ്ങൾ അത് വ്യക്തമായി കാണാനുമാവുന്നുണ്ട്. അപകട കാരണത്തെക്കുറിച്ചൊരു പ്രാഥമിക പരിശോധന സ്വാഭാവികമായി നടത്തിയിട്ടുണ്ടാകും മോട്ടോർ വാഹന വകുപ്പ്. അതേക്കുറിച്ച് അല്ലെങ്കിൽ പോലീസ് ഇതേക്കുറിച്ച് കിട്ടുന്ന ഒരു പ്രാഥമിക വിവരം എന്താണ് ഈ അപകടത്തെക്കുറിച്ച്, അപകട കാരണത്തെക്കുറിച്ചൊക്കെ? തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അപകടത്തിൽ നല്ല ഒരു പങ്ക് ഈ വാഹനത്തിലുണ്ട്. വാഹനത്തിൻ്റെ കാലപ്പഴക്കം ഏതാണ്ട് 15 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വാഹനത്തിലാണ് ഈ 7 പേർ കയറുന്ന വാഹനത്തിൽ 11 വിദ്യാർത്ഥികൾ സിനിമയ്ക്ക് പോയത്. അത് റെൻറ്റിനെടുത്ത ഒരു വാഹനമായിരുന്നു. ഈ അമ്പലപ്പുഴ സ്വദേശിയുടെ തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്ത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പരിശോധനകൾ അല്പസമയം മുൻപ് ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയുണ്ടായി. അതിൻ്റെ പരിശോധന നടന്നു വരികയാണ്, പൂർത്തീകരിച്ചിട്ടില്ല. അദ്ദേഹവും പറയുന്നത് ഈ അമിത വേഗതയും അതോടൊപ്പം തന്നെ ഈ വാഹനം ബ്രേക്ക് പിടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി ബസ്സിലിടിക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അവരുടെ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും ഈ അപകടം നടക്കുമ്പോൾ നല്ല മഴയായിരുന്നില്ലേ? കാര്യം ഈ വിദ്യാർത്ഥികളുടെ നിയന്ത്രണത്തിലായിരുന്നു. തീർച്ചയായിട്ടും ശരത്തെ, ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 9:20 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരത്തിന് ശേഷം ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ നേരിയ തോതിൽ ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല മഴയാണ് അവിടെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്തു വന്ന വാഹനം പെട്ടെന്ന് ബസ് മുൻപിൽ വന്നത് കാണാൻ സാധിച്ചില്ല. അതിനിടയിൽ ബസ്സിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥി പെട്ടെന്ന് തിരിക്കുകയും ആ സമയം ബ്രേക്ക് പിടിക്കുകയും ചെയ്തപ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഈ KSRTC ബസ്സിന് മുന്നിലേക്ക് വന്ന് അകപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് അപകടത്തിന് കാരണമായത്. ഈ ഡ്രൈവറുടെ നേരെ എതിർഭാഗത്തിരുന്ന കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ കാര്യമായിട്ട് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഡ്രൈവറുടെ ഭാഗത്തിരുന്നവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. അവരാണിപ്പോൾ 5 പേര് ചികിത്സയിൽ. ഷാജഹാൻ, ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് എനിക്ക് തോന്നുന്നു നല്ല വേഗതയിൽ വന്ന കാറ് നിയന്ത്രണം വിട്ട് ആ ഭാഗമാണ് ചെന്ന് നേരിട്ട് ബസ്സിൽ ഇടിച്ചിട്ടുള്ളത്. ഡ്രൈവറുടെ ഭാഗം തെന്നി മാറുകയും മറുഭാഗം വന്ന് നേരിട്ട് ആ ബസ്സിലേക്ക് നേർക്കുനേർ ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലും മഴയുടെ ഒരു പൊതു അവസ്ഥ കാണാനുമാവുന്നുണ്ട്. മഴയെ തുടർന്ന് ഈ വേഗത ബ്രേക്ക് പിടിച്ചപ്പോൾ അല്ലെങ്കിൽ വേഗത നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതുമാകാം. അതേ തുടർന്ന് വാഹനം പാളി KSRTC ബസ്സിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രൈവറുടെ ഭാഗം ഇപ്പുറത്തേക്ക് നേരിട്ടുള്ള ഇടിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. മറുഭാഗത്തിരുന്ന ആളുകളാണ് സ്വാഭാവികമായും വലിയ പരിക്ക് പറ്റി ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നവരവരാകാം. അതുപോലെ ആ ഭാഗത്തുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളാവാം തന്നെയാവാം ഈ മരണപ്പെട്ട 5 പേരും, അല്ലേ? തീർച്ചയായിട്ടും ശരത്തെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. ബന്ധുക്കളെത്തിയ ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നാണ് അവർ അറിയിച്ചിരുന്നത്. ആ ബന്ധുക്കളൊക്കെ തന്നെ, മാതാപിതാക്കളൊക്കെ തന്നെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അവരൊക്കെ തന്നെ അതീവ ദുഃഖത്തിലാണ്. അവർ എത്തിയതിന് ശേഷം മാത്രം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറിയുടെ അകത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അവർ ചെയ്ത് അതിനുള്ള പെർമിഷൻ കൊടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയുള്ളൂ. അവർ കണ്ണൂരിൽ നിന്നും എത്തിയവരാണ്. അവർ അല്പസമയം മുമ്പാണ് ട്രെയിൻ മാർഗ്ഗം ആലപ്പുഴയിൽ എത്തിയത്. അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് അതിലൊരു വ്യക്തത വേണ്ടതുണ്ട്. ഇപ്പോൾ വന്ന ബന്ധുക്കൾ കണ്ണൂർ സ്വദേശിയുടേതാണോ? കണ്ണൂർ സ്വദേശി കണ്ണൂർ വേങ്ങര പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറാണ് ഒരു വിദ്യാർത്ഥി, 5 പേരിൽ ഒരാൾ. അബ്ദുൾ ജബ്ബാറിൻ്റെ ബന്ധുക്കളാണോ വന്നത്, അതോ പാലക്കാട് ശേഖരീപുരം ശ്രീവിഹാറിൽ ശ്രീദേവ് വത്സൻ്റെ ബന്ധുക്കളാണോ? നേരത്തെ പാലക്കാട് നിന്ന് ബന്ധുക്കളെത്താനുണ്ട് എന്നാണ് അപ്പോൾ ഷാജഹാൻ പറഞ്ഞിരുന്നത്. അല്ല പാലക്കാട് നിന്നുള്ള ബന്ധുക്കളെത്തി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള മാതാപിതാക്കളാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരാണിപ്പോൾ അല്പസമയം മുമ്പ് ട്രെയിൻ മാർഗ്ഗം ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങാറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറിൽ തന്നെ പൂർണ്ണമായിട്ടും ഈ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ മൃതദേഹം പൊതുദർശനത്തിനായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും
എന്തായാലും അതീവ ദുഃഖത്തിൽ തന്നെയാണ് ഈ ക്യാമ്പസ് ഒന്നാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 175ഓളം വരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഈ തങ്ങളുടെ സഹപാഠിയുടെ കഴിഞ്ഞ ദിവസം വരെ തങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് പഠിച്ച ആ സഹപാഠിയുടെ വേർപാടിൽ മനംനൊന്ത് വേദനിക്കുന്നത്. അതിൽ കുറച്ച് കുട്ടികൾ കൂടി ഈ സിനിമയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് തന്നിരുന്നു. പക്ഷേ അവരുടെ ഒന്നും രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ അവർ പോകണ്ട എന്ന കർശന നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രമാണ് അവരൊന്നും സിനിമയ്ക്ക് പോകാതിരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ ഇതിലും കൂടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 7 പേർ മാത്രം യാത്ര ചെയ്യേണ്ട വാഹനത്തിലാണ് ഈ 11 പേരെയും കയറ്റി ഈ വിദ്യാർത്ഥികൾ സിനിമയ്ക്ക് പോയത്. ഇന്ന് അവധിയായതുകൊണ്ട് കോളേജില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് അവർക്ക് വന്നാലും ഇനിയിപ്പം വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ പരീക്ഷയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാൻ ഷാജഹാൻ ഒരാൾ ലക്ഷദ്വീപ് സ്വദേശിയാണ്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് പി മുഹമ്മദ് ഇബ്രാഹിമാണ്. അപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം എങ്ങനെയാണ് ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾ എത്തിയോ? അതേ തുടർന്ന് അവിടെ നിന്ന് ഈ പൊതുദർശനത്തിന് ശേഷം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ ഇടപെടലിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? ശരത്തെ, ലക്ഷദ്വീപിൽ നിന്നുള്ള അവരുടെ മാതാപിതാക്കൾ 1:30 മണിയോടുകൂടി എറണാകുളത്തെത്തും. അവർ വിമാനമാർഗ്ഗമാണ് എത്തുന്നത്. കവരത്തിയിലെത്തിയിട്ട് അവരിപ്പോൾ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അവരുടെ സുഹൃത്തുക്കൾ കോഴിക്കോട് നിന്നും ഒരു വ്യക്തി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഈ മൃതദേഹം തിരിച്ച് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല. മാതാപിതാക്കൾ കൊച്ചിയിൽ വന്ന് കണ്ടതിന് ശേഷം കൊച്ചിയിൽ തന്നെ ഒരു പള്ളിയിൽ അത് മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലേക്ക് ആ മൃതദേഹവുമായിട്ട് പോയാൽ ഒരു ദിവസം കൂടി വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഈ മൃതദേഹവുമായിട്ട് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. മറിച്ച് അത് ഇവിടെ തന്നെ മറവ് ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാടുള്ളതും അതോടൊപ്പം തന്നെ കണ്ണൂരുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കാൻ സാധ്യതയില്ല. വളരെ പെട്ടെന്ന്, അതായത് 2 മണിയോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കി വീടുകളിലെത്തി ഒരു 4 മണിക്ക് മുൻപായിട്ട് എത്തുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് സംസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടി സമയം വേണ്ടിവരും പോസ്റ്റ്മോർട്ടം പൂർത്തിയാകാൻ ശേഷമായിരിക്കും ഇനിയിപ്പോൾ പൊതുദർശനം എന്ന അടുത്ത ചടങ്ങിലേക്ക്, അതായത് മന്ത്രിമാരും ഗവർണർ അടക്കമുള്ളവർ ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ, പി പ്രസാദ് അടക്കമുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ പൊതുദർശന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടെത്തും. ജില്ലയിലെ 2 മന്ത്രിമാർ സജി ചെറിയാനും പി പ്രസാദും ആലപ്പുഴയിൽ ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. അതുപോലെ ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം എത്തും പൊതുദർശനം. അതിനുശേഷം തന്നെ വേഗം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറുകയും അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ചുമതലയിൽ അവിടെ നടന്നു വരുന്നു എന്നതുകൂടിയാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതുപോലെ അപകടത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന വാഹനം, അതിൽ 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ 11 ആളുകളാണ് ഉണ്ടായിരുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 5 പേരാണ് മരണപ്പെട്ടത്. 6 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുന്നു എന്ന സാഹചര്യവും നിൽക്കുകയാണ്. ഇതാണ് ഈ നിമിഷം ഇതുവരെ വന്ന നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വേഗം വരാം.